ഹലോ ഫ്രണ്ട്സ്, സജിൽസ് ടെക് സെൻ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു വിഡ്രോവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ മോർഫോ എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു, കുറച്ച് നാൾ മുമ്പാണ്. അപ്പോൾ അതിൻ്റെ വിഡ്രോവൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്ഷൻസാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം. ഇതുവരെ മോർഫോ ഒന്ന് ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതൊരു എയർ ഡ്രോപ്പ് അല്ല, ശരിക്കും എയർ ഡ്രോപ്പ് പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്. അൺലിമിറ്റഡ് ഏർണിങ്സ് ആണ്. നിങ്ങൾക്ക് എത്ര റെഫറൽസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് 50 പോയിൻറ്റ്സ് വെച്ച് ഇതിൽ ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, എനിക്കിപ്പോൾ ബാലൻസ് 1669 ടോക്കൺസ് ആണ്. പക്ഷേ ഒറിജിനലി എനിക്കിപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ 16,000 മേലെ ടോക്കൺസ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ 2 വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കോയിൻസ് എങ്ങനെ നമുക്ക് ഓരോ ഷെയറിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലോ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെയൊക്കെ കുറിച്ച് 2 വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് ഇപ്പോൾ ഗൂഗിളിൻ്റെ പോലത്തെ ഷെയർസും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഷെയർസ് എല്ലാം ഉണ്ട്. അതുമല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുമല്ലെങ്കിൽ ഡോളേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഏകദേശം 15,000 കോയിൻസ് ഞാൻ ഇതിൽ ഓൾറെഡി പല ക്രിപ്റ്റോ കറൻസിയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ 16,666 ടോക്കൺസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രെൻഡ് ഇപ്പോൾ ഹൈ ആണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ടോക്കൺസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. എത്തേറിയത്തിൽ എനിക്ക് 34% റിട്ടേൺസ്, അതായത് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. 687 ടോക്കൺസ് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ 200% എനിക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ആകെ ലോസ് പോലെ വന്നിരിക്കുന്നത് ഡോഡ്ജ് മാത്രമാണ്. അതിൽ 11% ലോ ആയിട്ടാണ് നിൽക്കുന്നത്. ADA ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 5% ഇതുപോലെ പ്രോഫിറ്റാണ്. പിന്നെ BNB പ്രോഫിറ്റാണ്. അപ്പോൾ ഏകദേശം 2000 ടോക്കൺസോളം എനിക്ക് ഇതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 16,000 ഇൻറ്റു ഇന്നത്തെ ഇപ്പോഴത്തെ MPH, അതായത് മോർഫർ ടോക്കണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.031 ആണ്. 0.031 നോക്കുകയാണെങ്കിൽ ഏകദേശം $516 എനിക്കിപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. നമ്മളിപ്പോൾ ഡോളേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 37,000 രൂപയോളം എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ കോയിൻസ് എത്രയെന്ന് വെച്ചാൽ ആ വീഡിയോ എല്ലാം കണ്ട ആളുകളുണ്ടെങ്കിൽ, അവരിപ്പോൾ ഓൾറെഡി കോയിൻസ് എല്ലാം ഏൺ ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്ര നിങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ബാലൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ബൈ ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ഷെയർസ് എല്ലാം ബൈ ചെയ്യാൻ സാധിക്കും. എയർ ഡ്രോപ്പിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ ടോക്കൺസ് ലഭിക്കുന്നത്. ഇപ്പോൾ എയർ ഡ്രോപ്പ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്കിപ്പോൾ 239 ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ ഏകദേശം $10 വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു ടോക്കൺസ്, ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കോയിൻസ് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫണ്ട് എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫണ്ട് ലിമിറ്റ്, അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വിഡ്രോ അല്ലെങ്കിൽ ആഡ് ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വിഡ്രോ പ്രസ് ചെയ്ത് നോക്കാം. ഇതിൽ വിഡ്രോവൽ മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വിഡ്രോ ടു ബാങ്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല, അത് വരും ദിവസങ്ങളിൽ ആക്റ്റീവ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് വിഡ്രോ ഇൻ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിഡ്രോവൽ വൺസ് യു മേക്ക് എ ഡെപ്പോസിറ്റ് ഓഫ് $10 ഓർ മോർ. അപ്പോൾ അതായത് $10 മേലെയുള്ള ഏതെങ്കിലും ഇവർ പറയുന്ന കോയിൻസ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ പ്രസ് ചെയ്ത്, ഇത് മറ്റൊന്നുമല്ല, ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 185 ദിവസം വിഡ്രോവൽ ലോക്കാവും. പക്ഷേ നിങ്ങളുടെ ടോട്ടൽ ടോക്കണിൻ്റെ 10% ബോണസായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതിനുശേഷം. അപ്പോൾ അത് നമുക്ക് വേണ്ട. നമുക്കിപ്പോൾ ഇൻസ്റ്റൻറ്റ് വിഡ്രോവലാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പ്രസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് BTC ട്രാൻസ്ഫർ ചെയ്യാം, ലൈറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യാം, എത്തേറിയം, DAI, USDC ആൻഡ് BCH. ഇതിലേതെങ്കിലും കോയിൻസ് ആയിരിക്കണം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇതിലേക്ക്. അതും കോയിൻ ബേസിലൂടെ ആയിരിക്കണം നിങ്ങൾ ട്രാൻസ്ഫർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ള വാലറ്റിൽ നിന്നല്ല, കോയിൻ ബേസിലൂടെയാണ്.
അപ്പോൾ ഇതിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ട്രാൻസ്ഫർ ഫീ ഏറ്റവും കുറവുള്ളത് ലൈറ്റ് കോയിൻ ആണ്. അത് കാരണം ഞാൻ കുറച്ച് ലൈറ്റ് കോയിൻ ബേസിൽ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 1252 ഇത്ര ആവശ്യമില്ല, എന്നാലും ഇത്രയും കോയിൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മോർഫറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ക്രിപ്റ്റോ എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്ന് LTC സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ അതിൻ്റെ വാല്യൂ എത്ര വാല്യൂ ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് $10 വാല്യൂ ഉള്ളതാണ്. നമുക്കിപ്പോൾ 0.06 പ്രസ് ചെയ്യുമ്പോൾ ഏകദേശം 11.59. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത്രയും ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഈ ഓപ്ഷൻസ് എല്ലാം ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം വായിച്ചു നോക്കാം, ടോക്കൺ ഓഫർ ഡോക്യുമെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പേ വിത്ത് കോയിൻ ബേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. ആ ഒരു ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോയിൻ ബേസ് ഇതിലേക്ക് കാണാൻ സാധിക്കും. ഓക്കെ, യു ഹാവ് കണക്റ്റഡ് ടു കോയിൻ ബേസ്. അപ്പോൾ ഇതിൽ എത്ര എമൗണ്ട് എന്ന് ചോദിക്കും. നമുക്കിപ്പോൾ ഏകദേശം $10 നമ്മൾ 750 രൂപയായിരിക്കും വരുന്നത്. ഞാൻ ഏകദേശം ഒരു 850 കൊടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം നെറ്റ്വർക്ക് ഫീ 0.0004 വളരെ കുറവ് നെറ്റ്വർക്ക് ഫീ ആണ് ഇതിൽ വരുന്നത്. അതാണ് ഞാൻ LTC സെലക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ 850 രൂപയോളം വാല്യൂ ഉള്ള, അതിലും നമ്മൾ നേരത്തെ കാണിച്ചാലും കുറച്ച് കുറവാണ് ഇതിൽ വന്നിരിക്കുന്നത്. സെൻഡിനോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും കോയിൻ ബേസിൽ നിന്ന്, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പേയ്മെൻറ്റ് സെൻഡ്, ഓർഡർ കൺഫേംഡ്. കണ്ടിന്യൂ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ, യുവർ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ഇസ് കംപ്ലീറ്റ്, യുവർ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് വിൽ ബി അപ്ഡേറ്റഡ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ, വീണ്ടും ബാക്ക് ടു ഫണ്ട്സ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനിപ്പോൾ പർച്ചേസ് ചെയ്ത് റിക്വസ്റ്റഡ് ആണ്, ഇതിൽ ആക്ടിവേറ്റ് ആയിട്ടില്ല. കുറച്ച് സമയം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അയച്ച ഫണ്ട് ഇതിൽ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഡീറ്റെയിൽസ് എല്ലാം. $11 വാല്യൂ ഉള്ള മോർഫർ നമ്മൾ ഇതിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ എമൗണ്ടും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം $63 വാല്യൂ ഉള്ള ടോക്കൺസ് ആയിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്കുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 17,049 വാല്യൂ ടോക്കൺസ് എനിക്കുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു $500 വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ വീണ്ടും ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എടുത്തു നോക്കാം. ഇനി വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വിഡ്രോവൽ മെത്തേഡ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. വിഡ്രോ ഇൻ ക്രിപ്റ്റോ എന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം. അപ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ മാക്സിമം 30% ആയിരിക്കും നമുക്ക് ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് Gate.io എന്ന് പറയുന്ന എക്സ്ചേഞ്ചാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ നമുക്ക് ഈ മോർഫർ USD ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് USDT ആയിട്ട് വേണമെങ്കിൽ വാസറെക്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്ചേഞ്ചിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചിൽ ട്രാൻസ്ഫർ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഇപ്പോൾ USDT ആക്കിയിട്ട് ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്നത് ഏറ്റവും ട്രാൻസാക്ഷൻ ഫീ കുറവുള്ളത് TRX ആണ്, അതായത് ട്രോൺ ആണ്. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ USD ആക്കിയിട്ട് ട്രോൺ മേടിക്കും. ട്രോൺ മേടിച്ച് കഴിഞ്ഞിട്ട് ആ ട്രോണാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് വാസറെക്സിലേക്ക്. എന്നിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഞാൻ കുറേ നാളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടാതെ ഇതിൽ ഇപ്പോൾ എത്തേറിയം ബേസ്ഡ് ഒരു ടോക്കൺ ആയത് കാരണം നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ഏകദേശം $10 ഇതിൽ ട്രാൻസാക്ഷൻ ഫീ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഇപ്പോൾ രാത്രി സമയങ്ങളിൽ ചെയ്യുമ്പോൾ ഈ എത്തേറിയത്തിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 0.0086 ETH ആണ്. പക്ഷേ ചില ടൈമിൽ ഇപ്പോൾ രാത്രി ടൈമാണ് എന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഈ ട്രാൻസാക്ഷൻ ഫീ വളരെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെയാണ് കൂടുതൽ ആളുകളും ഇതുപോലുള്ള ടോക്കൺസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ 0.0086 നിങ്ങൾക്ക് കാണാം. വീണ്ടും നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് വിഡ്രോ എടുത്തിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വീണ്ടും ആ ഫീ കുറഞ്ഞു വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 0.0064 ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക രാത്രി ടൈമുകളിൽ. അതുപോലെ സാറ്റർഡേ സൺഡേ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ 4-5 മാക്സിമം ഒരു $4 $3 നമുക്ക് വിഡ്രോവൽ ഫീ ആയിട്ട് കൊടുത്ത് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിന് ഇവിടെ അത്യാവശ്യം നല്ല ബാലൻസ് ആയി കഴിഞ്ഞിട്ട് മാത്രം ചെയ്യുക. അതുമല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ പോയിൻറ്റ്സ് എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല കോയിൻസിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മറന്നു കളയുക. എന്നിട്ട് നല്ലൊരു എമൗണ്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ETH നമുക്ക് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് വരുന്നുണ്ട്. അത് ഇവരെടുക്കുന്നതല്ല. ട്രാൻസാക്ഷൻ ഏതിപ്പോൾ പ്ലാറ്റ്ഫോമിലായാലും ETH ബേസ്ഡ് ആണെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എന്തായാലും ഒരു ട്രാൻസാക്ഷൻ ഫീ വരും. അതിപ്പോൾ ഈ എത്തേറിയമൊക്കെ മൈൻ ചെയ്യുന്ന ആളുകൾക്ക് ബ്ലോക്ക് ചെയിൻ മൈനേഴ്സിനുള്ളൊരു എമൗണ്ടാണ് ഈ ഫീ ആയിട്ട് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് പോകുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് ഇവിടെ ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വിഡ്രോ ചെയ്യുക. ഞാനിപ്പോൾ എന്തായാലും വിഡ്രോവൽ പ്രോസസ്സ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആകുമ്പോൾ ഇതിൽ ഒരു ചെറിയൊരു എമൗണ്ട് ETH നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്തെടുക്കുക. ഏതെങ്കിലും ഒരു ഇപ്പോൾ ബൈനാൻസിൽ നിന്നോ മറ്റോ ഇതുപോലെ ട്രാൻസാക്ഷൻ ഫീ കുറവുള്ള ടൈമിന് കോയിൻ ബേസിൽ നിന്നാണെങ്കിലും ചെയ്യാം. ഇതിലേക്ക് ETH ട്രാൻസ്ഫർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതായിരിക്കും അതിൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് നിങ്ങളുടെ ഈ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഈ ഒരു സെക്ഷനിൽ ഇത് നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഫീ ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറ്റർഡേ സൺഡേ അതുമല്ലെങ്കിൽ രാത്രി ആയതിനു ശേഷമോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ എത്തേറിയം ട്രാൻസാക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു പേജിൽ ഫീയൊക്കെ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലെ etherscan.io ഗ്യാസ് ട്രാക്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗൂഗിൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എത്തേറിയം ഗ്യാസ് ഫീ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഇട്ടും ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ $4 അതായത് ലോ 50 GWEI എന്ന് പറയുന്നത് ഏകദേശം $4.32 കുറഞ്ഞിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കുറവുള്ള ടൈമിൽ മാത്രം നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുക. ചില ടൈമിനൊക്കെ $2 താഴെ വരാറുണ്ട്. ആ സമയമൊക്കെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ലോങ് ടേമിന് വേണ്ടി മാത്രം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് എയർ ഡ്രോപ്പ് യൂസ് ചെയ്യുക. കാരണം എനിക്കിപ്പോൾ ഒരു കാര്യം സംഭവിച്ചത് മിൻറ്റ് എന്ന് പറയുന്നൊരു എയർ ഡ്രോപ്പ് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ടോക്കണും വിഡ്രോവലെല്ലാം നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 30,000 റുപ്പീസ് ഇന്ത്യൻ മണി അതിൽ നിന്ന് കിട്ടിയിരുന്നു. ഞാൻ അത് വിഡ്രോ ചെയ്തു. പക്ഷേ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് അത് ഏകദേശം 200% അതിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1,20,000 രൂപയോളം എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയ എയർ ഡ്രോപ്പ് കാരണം 30 രൂപ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ വിഡ്രോ ചെയ്തു. അപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പുകൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും കുറച്ച് നാളത്തേക്ക് നിങ്ങൾ അതിലേക്ക് ഇടുക. പെട്ടെന്നൊന്നും വിഡ്രോ ചെയ്യാതെ ഇടുക. കാരണം ഇതുപോലുള്ള ചെറിയ ടോക്കൺസ് എല്ലാം ഭാവിയിൽ നല്ല റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ കൂടുതൽ എമൗണ്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ ടോക്കണിൻ്റെ വാല്യൂ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇതിൽ ചെറിയൊരു എമൗണ്ട് എത്തേറിയം ഫീ ആയിട്ട് പോകും എന്ത് വന്നാലും. കാരണം എത്തേറിയം ബ്ലോക്ക് ചെയിൻ ആണിത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്ത ആ ഒരു ഇപ്പോൾ LTC വെച്ച് ഞാൻ പർച്ചേസ് ചെയ്ത ആ കംപ്ലീറ്റ് എമൗണ്ട് നമ്മളുടെ ബാലൻസ് വന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിഡ്രോവൽ ഓപ്ഷൻ വരുമ്പോൾ വിഡ്രോ പ്രസ് ചെയ്യുക. ദെൻ വിഡ്രോവൽ പ്രോസസ്സിൽ കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ വീണ്ടും കാണാം ഇത് 65 ആയി കുറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂ എടുക്കുക. ഇവിടെ നമുക്ക് ഈ മുകളിൽ കാണുന്ന ബാലൻസ് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത കാരണം ഈ 2028 മാത്രമാണ് എനിക്ക് ബാലൻസ് കാണിക്കുന്നത്. നമ്മൾ USDT നോക്കുകയാണെങ്കിൽ ഏകദേശം $63 ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 30% ഒരു ട്രാൻസാക്ഷനിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഏകദേശം $19 വാല്യൂ ഉള്ള ഇത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം. ഇപ്പോൾ വിഡ്രോ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ETH ബാലൻസ് വേണം. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇത് മൂന്നും സെലക്ട് ചെയ്തിട്ട് വിഡ്രോ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ എത്തേറിയം നമ്മൾ എത്രയാണ് ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ടത് ആ ഒരു എമൗണ്ട് കാണിക്കും. അതിനുശേഷം ഈ മോർഫറിൽ നിന്ന് ഇതിൻ്റെ എത്തേറിയത്തിൻ്റെ അഡ്രസ്സ് കളക്ട് ചെയ്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്തിട്ടില്ല. സൈനപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് അഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ വാലറ്റിൽ വരിക, ഫണ്ട്സ് ഓവർവ്യൂവിൽ പോവുക, ഡെപ്പോസിറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കോയിൻ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ MPH അതായത് മോർഫറാണ് സെലക്ട് ചെയ്യുന്നത്. മോർഫർ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ETH ബേസ് ചെയ്തിട്ടുള്ള ഇതാണ്. ഇവിടെ നിന്നിട്ട് ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് വേണം നമ്മൾ ഈ നെക്സ്റ്റ് ഒരു ഓപ്ഷനിൽ എത്തേറിയം പേ ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യാൻ. ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നില്ല. കാരണം എൻ്റെ മാക്സിമം എമൗണ്ട് ഞാനിപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം പോർട്ട്ഫോളിയോയിൽ കിടക്കുന്നത്. വീണ്ടും ഇത് കയറിയിട്ടുണ്ട്, 17,000 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോങ് ടേമിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് ക്യാഷ് മുടക്കില്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ ചെറിയൊരു എമൗണ്ട് എത്തേറിയം പേ ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണിത് മോർഫർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടോക്കൺസ് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ടോക്കൺസ് ലഭിക്കും. അതുപോലെ തന്നെ റെഫർ ചെയ്യുന്നതനുസരിച്ച് 50 ടോക്കൺസ് വെച്ച് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ നല്ലൊരു എമൗണ്ട് ആയിക്കഴിഞ്ഞ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ വിഡ്രോ അത്യാവശ്യം നല്ല എമൗണ്ട് ആകുമ്പോൾ വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് നാൾ എന്തായാലും ഇതിൽ ഇങ്ങനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിടാൻ പോവുകയാണ്. നല്ലൊരു എമൗണ്ട് ആയി മാറിക്കഴിഞ്ഞാൽ മാത്രം ഞാൻ ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യമായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാം പ്രോഫിറ്റിലാണ്. ആകെ ഡോഡ്ജ് മാത്രമാണ് ഇത്തിരി ലോസിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാമെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിവിടെ സ്റ്റോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സിൻ്റെ കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ ചാർട്ടൊന്നും കാണിക്കാത്തത് എന്തെന്ന് വെച്ചാൽ ഇത് അമേരിക്കൻ മാർക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്സ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്, മാർക്കറ്റ് ക്ലോസ്ഡ് ആണ് ഇപ്പോൾ അവിടെ. അത് കാരണമാണ് ഈ ചാർട്ടൊന്നും ഇപ്പോൾ കാണിക്കാത്തത്. രാത്രി സമയമാകുമ്പോൾ അവിടെ ഓപ്പൺ ആവും. നമ്മളുടെ ഇവിടെ രാത്രി ആകുമ്പോൾ അവിടെ മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഇതെല്ലാം ആക്ടിവേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്മോഡിറ്റീസിൽ വേണമെങ്കിൽ സിൽവറിലോ ഗോൾഡിലോ വേണമെങ്കിൽ നമുക്കിതുപോലെ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺസ് ഇൻവെസ്റ്റ് ചെയ്തിടാൻ സാധിക്കും. ഫോറിൻ എക്സ്ചേഞ്ചസിൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാം, ഓസ്ട്രേലിയൻ ഡോളർ, US ഡോളർ, യൂറോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡൈസസ് ഉണ്ട്. ഇൻഡൈസസിനെ അധികം യൂസ് ചെയ്യാറില്ല. ഇൻഡെക്സും S&P 500 ഒക്കെ ഫോറക്സ് ട്രേഡിംഗ് ആണെന്ന് തോന്നുന്നു. അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. മാക്സിമം ഞാൻ സ്റ്റോക്സും ക്രിപ്റ്റോ കറൻസീസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അധികം എമൗണ്ട് ഒന്നും ബാലൻസ് ഇല്ലെങ്കിൽ ഒരു ലോങ് ടേം എന്ന ബേസിൽ ഏതെങ്കിലും ഇതുപോലുള്ള ക്രിപ്റ്റോ കറൻസിയിലോ സ്റ്റോക്കിലോ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിടുക. അത്യാവശ്യം നല്ല എമൗണ്ട് ആകുമ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന പ്രോസസ്സ് എല്ലാം ഫോളോ ചെയ്ത് വിഡ്രോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.